What did we discuss in our previous session? Energy of simple harmonic motion. Yes, we have spoken about the energy of the simple harmonic motion. Energy can be classified into kinetic energy, potential energy. The expression for kinetic energy has been obtained. The expression for potential energy has been obtained, and the expression for total energy has been obtained. And you could see the kinetic energy and potential energy, they are changing continuously, but the total energy is always a constant, isn't it? Then as the next thing, let me just ask you, have you seen a pendulum clock? A pendulum clock ഒക്കെ കണ്ടിട്ടില്ലേ? Yes, sir. And if you have seen a pendulum clock, you have seen the pendulum oscillating inside this pendulum clock. Right? And have you ever been to a swing? ഒരു ഊഞ്ഞാലിൽ കയറി ആടിയിട്ടൊക്കെ അല്ലേ? Yes or no? Have you been onto a swing? Yes, sir. Yes, sir. Yes, sir. On the swing, there also we were having an oscillation, and in the case of a pendulum clock, in the pendulum of the clock, there also we were having the oscillation. Am I correct? Yes, sir. Yes. If I'm correct in that, then pendulum clock in the oscillation കുറച്ച് കഴിയുമ്പോൾ നിന്നു പോകുന്നുണ്ടോ? Is the oscillation of the pendulum clock stopping after a limited period of time? Yes. Yes. ഉണ്ട്. അത് ശരി. എന്റെ വീട്ടിലെ ക്ലോക്കിന്റെ പെൻഡുലം അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞാൽ നിന്നു പോയില്ല. പക്ഷെ ഊഞ്ഞാല് ഞാനൊന്ന് ആട്ടി വിട്ടിട്ടുണ്ടെങ്കിൽ, എന്റെ മോളെ ഊഞ്ഞാലിലൊക്കെ ഇരുത്തിയിട്ട് ഊഞ്ഞാൽ ആട്ടി വിട്ടിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നില്ല. കുറച്ചു നേരം കഴിയുമ്പോഴേ നിന്നിട്ട് പിന്നെ എന്നെ വിളിക്കും. നിങ്ങളുടെ വീട്ടിലെ പെൻഡുലം ക്ലോക്കിലെ പെൻഡുലം പെട്ടെന്ന് നിന്നു കുറച്ച് കഴിഞ്ഞാല്? No. No, sir. ഏതാണ് പെട്ടെന്ന് നിന്നു പോവാറ്? ഊഞ്ഞാല് പെട്ടെന്ന് നിന്നു. പക്ഷെ പെൻഡുലം ക്ലോക്കിലെ പെൻഡുലം നിങ്ങളിപ്പം ചോദിക്കുകയാണ്, അല്ല സാറേ ഇതിങ്ങനെ എല്ലാ സാറ് വീട്ടിലെ പെൻഡുലം ക്ലോക്ക് ഭയങ്കര പെൻഡുലം ക്ലോക്ക് ആണല്ലോ, എല്ലാ സമയത്തും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക വെച്ചിട്ടുണ്ടായില്ലേ, ബാറ്ററി തീർന്നു നിന്ന് പോയിക്കും അല്ലെ? അല്ലാണ്ട് അധിക സമയത്തും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കില്ലേ? Yes. നോർമൽ ആയിട്ട് നമ്മൾ കാണുന്ന ഓസിലേഷൻ ഒക്കെ ഊഞ്ഞാലിന്റെ മാതിരത്തെ ഓസിലേഷൻ ആയിരിക്കും. നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ഓസിലേഷനിൽ അധിക ഓസിലേഷനും the amplitude of the oscillation will gradually decrease and it will come to a rest after some time. Am I correct? If we are seeing the oscillation of a spring, if we are seeing the oscillation of a swing, and if we are seeing the oscillation of a floating pole, എല്ലാ സിറ്റുവേഷനിലും കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് ആ ഓസിലേഷൻ എന്ത് ചെയ്യുന്നത്? നിന്നുകൊണ്ട് amplitude will gradually decrease and it will stop. ആണോ? അപ്പൊ ചോദിക്കുകയാണ് അത് എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മൾ പറയാം, ഒരു ഊഞ്ഞാലിന്റെ ഓസിലേഷൻ നിൽക്കാൻ കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണോ വിസ്കസ് ഫോഴ്സ് ആണോ? വിസ്കസ് ഫോഴ്സ്. ഊഞ്ഞാലിന് ഓസിലേറ്റ് ചെയ്യാൻ കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഓസിലേറ്റ് ചെയ്യാൻ കാരണം റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഒരു കമ്പൗണ്ട് അല്ലേ റീസ്റ്റോറിംഗ് ഫോഴ്സ് കൊടുക്കുന്നത്? ആണോ? കഴിഞ്ഞ ക്ലാസ് പഠിച്ചില്ലേ? Yes. പക്ഷെ നിൽക്കാൻ കാരണം വിസ്കസ് ഫോഴ്സ്, എയർ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ഒരു വിസ്കസ് ഫോഴ്സ് അല്ല നിൽക്കാൻ കാരണം. കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ എയർ ഫ്രിക്ഷൻ ഇങ്ങനെ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ടാണ് നിന്ന് പോകുന്നത്. ആണോ? സ്പ്രിങ്ങിന്റെ ഓസിലേഷൻ നിൽക്കാൻ കാരണം അവിടെ ആ ഒരു എയർ ഫ്രിക്ഷൻ എന്ന് പറയുന്ന വിസ്കസ് ഫോഴ്സ് ആണ്. ഇനി ഒരു പോള് വാട്ടറിൽ നിന്നിട്ട് ഓസിലേറ്റ് ചെയ്യേണ്ട അവിടെയും എന്ത് ചെയ്യുന്നറിഞ്ഞാല് വിസ്കസ് ഫോഴ്സ് തന്നെയാണ് അവിടെ നിർത്താൻ കാരണം. അതായത് ഒരു ഡാമ്പിംഗ് ഫോഴ്സ് ഉണ്ട് അല്ലെ? Damping force. That viscous force can be called as a damping force. Why we are calling that viscous force as a damping forces? Because ആ ഫോഴ്സ് ആ ഓസിലേഷനെ സപ്പോർട്ട് ചെയ്യാണോ ഒപ്പോസ് ചെയ്യാണോ ചെയ്യുന്നത്? ഓസിലേഷനെ ഒപ്പോസ് ചെയ്യും. ആ ഓസിലേഷൻ അത് ഒപ്പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നാല് ഗ്രാജുവലി അത് ഡൈ ഡൗൺ ചെയ്യും അല്ലെ? നിന്ന് പോകും. ശരിയാണോ? ശരിയാണല്ലേ? അങ്ങനെയാണെങ്കിൽ ഊഞ്ഞാലിന്റെ ഓസിലേഷനും ഒരു സ്പ്രിങ്ങിന്റെ ഓസിലേഷനും ഇനി ഒരു ഫ്ലോട്ടിംഗ് പോളിന്റെ ഓസിലേഷനും ഒക്കെ നമ്മൾ വിൽ കോൾ ഇറ്റ് ആസ് ഡാംപ്ഡ് ഓസിലേഷൻ. വാട്ട്സ് ദാറ്റ് ഓസിലേഷൻ കോൾഡ്? ഡാംപ്ഡ് ഓസിലേഷൻ. ഡാംപ്ഡ് ഓസിലേഷൻ.
What is a damped oscillation? നമ്മൾ പറയും the oscillation which is under the influence of an external damping force. The oscillation which is under the influence of an external damping force, it will gradually die down and it will stop after a limited period of time. ഒരു external damping force ന്റെ ഇൻഫ്ലുവൻസിലുള്ള ഓസിലേഷൻ ഗ്രാജുവലി കുറഞ്ഞു വന്നിട്ട് അത് നിൽക്കും കുറച്ച് സമയം കഴിയുമ്പോൾ. അങ്ങനെയുള്ള ഓസിലേഷൻ ആണ് നമ്മൾ എന്ത് വിളിക്കാം? Such an oscillation is called what? Damped oscillation. Damped oscillation. ആ ഓസിലേഷൻ നമ്മൾ damped oscillation എന്ന് വിളിക്കും. Damped oscillation. അപ്പൊ ചോദിക്കുകയാണ് ഡെഫിനിഷൻ ഒന്നുകൂടി പറയാവോ? Yes. The oscillations which are under the influence of an external damping force, the oscillation which are under the influence of an external damping force will have a decrease in amplitude, and it will stop after a limited period of time. Such oscillations are damped oscillation. അങ്ങനെയുള്ള ഓസിലേഷനെ നമ്മൾ damped oscillation എന്ന് വിളിക്കും. എന്ത് ഓസിലേഷൻ? damped oscillation. അപ്പൊ ചോദിക്കുകയാണ് damped oscillation അതാണെങ്കിൽ എയർ ഇല്ലെങ്കിലോ? എയർ ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ ഒരു പെൻഡുലത്തിനെ ഓസിലേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. ഒരു ഇവാക്യുവേറ്റഡ് ചേംബറിലാണ് ഒരു പെൻഡുലത്തിനെ ഓസിലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ പെൻഡുലം ഓസിലേറ്റ് ചെയ്യും. Will the pendulum oscillate if you are keeping that pendulum in an evacuated chamber where there is no air? Will it oscillate or not? Thinking. No. Yes. ഓസിലേഷന് കാരണമാവുന്നത്, പെൻഡുലത്തിന്റെ ഓസിലേഷന് കാരണമാവുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആരാ കൊടുക്കുന്നത്? Gravity. ഗ്രാവിറ്റി ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണോ നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണോ? നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഡയറക്റ്റ് കോണ്ടാക്ട് ആവശ്യമില്ലാത്തൊരു ഫോഴ്സ് ആണല്ലേ. രണ്ട് സബ്സ്റ്റൻസ് തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് ആവശ്യമുണ്ടോ ഗ്രാവിറ്റിക്ക്? Is a medium required for the gravitational force? രണ്ട് സബ്സ്റ്റൻസിന് ഇടയിൽ ഒരു മീഡിയം ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. മീഡിയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലെ. നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. മീഡിയം എന്ന് പറയുന്നത് ഗ്രാവിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല. ഇടയിൽ ഏത് മീഡിയം ആണ്, മീഡിയം ഇല്ലെങ്കിലും ഒക്കെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് സെയിം ആണ് അല്ലെ. അതുകൊണ്ട് പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ് ഇറ്റ് വിൽ ഓസിലേറ്റ് ഇഫ് ഇറ്റ്സ് ഇൻ എൻ ഇവാക്യുവേറ്റഡ് ചേംബർ ഓൾസോ. പക്ഷെ നിങ്ങളിപ്പോ ഇമാജിൻ ചെയ്യുന്നത് സാറ് ഉദ്ദേശിച്ചത് ഔട്ടർ സ്പേസിൽ കൊണ്ടുപോയതല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഇവാക്യുവേറ്റഡ് ചേംബർ ആക്കാം. ഔട്ടർ സ്പേസിൽ പെൻഡുലം ഓസിലേറ്റ് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ടർ സ്പേസിൽ പെൻഡുലം ഓസിലേറ്റ് ചെയ്യും. Can a pendulum oscillate in the outer space? അപ്പൊ അവിടെ നമ്മൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഇക്വേഷൻ ഓർക്കണം. What is the equation for the time period of the simple pendulum? What is the equation for the time period of a simple pendulum? E is equal to pi root of L by G. Yes, the time period of a simple pendulum was T is equal to 2 pi root of L by G. If the pendulum is in outer space in ആണ് G എന്തായിരിക്കും? G0. ഔട്ടർ സ്പേസിൽ G0 ആയിരിക്കും. G0 ആണെങ്കിൽ നമുക്ക് ടൈം പീരീഡിനെ 2 pi root of L by 0 നമ്പർ ഡിവൈഡ് ബൈ 0 ഇൻഫിനിറ്റി ആണ്. അപ്പൊ ടൈം പീരീഡ് ഇൻഫിനിറ്റി ആവും അല്ലേ? ആണോ? ടൈം പീരീഡ് ഇൻഫിനിറ്റി ആവാന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ വേണ്ടി ഇൻഫിനിറ്റ് ടൈം എടുക്കും. ഒരു ഓസിലേഷൻ വേണ്ടി ഇൻഫിനിറ്റ് ടൈം എടുക്കുന്ന പറഞ്ഞാൽ ഇങ്ങോട്ട് പോയ പെൻഡുലം പിന്നെ തിരിച്ചു വരില്ല, അവിടെ തന്നെ ഉണ്ടാവും അല്ലേ? ആണോ? അപ്പം പെൻഡുലം എന്ത് ചെയ്യും? ഔട്ടർ സ്പേസിൽ എത്തുമ്പോൾ ഓസിലേറ്റ് ചെയ്യുന്നത് നിൽക്കും. പക്ഷെ ഒരു ഇവാക്യുവേറ്റഡ് ചേംബറിൽ വെക്കുകയാണെങ്കിൽ ഓസിലേറ്റ് ചെയ്യില്ലേ? സ്പ്രിങ്ങും ഒരു ഇവാക്യുവേറ്റഡ് ചേംബറിൽ വെക്കുകയാണ്, അപ്പോഴും അവിടെ ഓസിലേറ്റ് ചെയ്യും. ഇനി ഔട്ടർ സ്പേസിൽ സ്പ്രിങ്ങിനെ കൊണ്ടുപോവാണെങ്കിലോ? If you are taking a spring onto an outer space, what will happen to the oscillation of the spring? നമുക്കറിയാം സ്പ്രിങ്ങിന്റെ കേസിൽ 2 pi root of എന്ത് M by K ആണല്ലേ. അപ്പൊ M എന്ന് പറയുന്നത് മാസ് അല്ലേ. മാസ് ഔട്ടർ സ്പേസിലാണെങ്കിൽ ഉണ്ടാവില്ലേ?
No. Mass will be there in the outer space because mass is a constant, fundamental constant. അല്ലേ? K സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ഔട്ടർ സ്പേസിലാണെങ്കിലും സ്പ്രിങ്ങിനെ അസോസിയേറ്റ് ഉള്ള സ്പ്രിംഗ് കോൺസ്റ്റന്റ് അതേമാതിരി ഉണ്ടാവും. അതുകൊണ്ട് ഔട്ടർ സ്പേസിലാണെങ്കിൽ സ്പ്രിങ് പഴയ പോലെ തന്നെ ഓസിലേറ്റ് ചെയ്യും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. പക്ഷേ പെൻഡുലം സ്റ്റോപ്പ് ചെയ്യില്ലേ? പെൻഡുലം സ്റ്റോപ്പ് ചെയ്യും. ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്പ്രിങ്ങിനെയും ഒരു പെൻഡുലത്തിനെയൊക്കെ ഒരു ഇവാക്യുവേറ്റഡ് ചേംബറിൽ ഇട്ടിട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത് വിചാരിച്ചോ. ഇവാക്യുവേറ്റ് ചെയ്ത ചേംബറിൽ ഇട്ടിട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ പിന്നെ അതിന്റെ മേലെ ഡാമ്പിംഗ് ഫോഴ്സ് ഇല്ലല്ലോ. ഒരു ഇവാക്യുവേറ്റഡ് ചേംബറിൽ ഇട്ടിട്ടാണ് ഓസിലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അപ്പൊ പിന്നെ ഡാമ്പിംഗ് ഫോഴ്സ് ഉണ്ടാവില്ല. ഡാമ്പിംഗ് ഫോഴ്സ് ഇല്ലേ പിന്നെ ആരും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഉണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ള ഓസിലേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. Such an oscillation is called free oscillation. What's that type of oscillation called? Free oscillation. അപ്പൊ എഴുതിക്കോ, free oscillation is the oscillation of a substance. Free oscillation is the oscillation of a substance. Free oscillation is the oscillation of a substance which is not having any other damping force on it. Which is not having any other damping force on it. Which is not having any other damping force on it. അതാണ് ഫ്രീ ഓസിലേഷൻ. ഫ്രീ ഓസിലേഷനിൽ ഡാമ്പിംഗ് ഫോഴ്സ് ഇല്ലാത്ത ഓസിലേഷൻ അല്ലേ? ആണോ? യെസ് ഓർ നോ? യെസ്. അപ്പൊ നമുക്ക് ഡാംഡ് ഓസിലേഷൻ എന്താന്ന് പഠിച്ചു, ഫ്രീ ഓസിലേഷൻ എന്താന്ന് പഠിച്ചു. ഡാംഡ് ഓസിലേഷന്റെ എക്സാമ്പിൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാം ഓസിലേഷൻ ഓഫ് എ സ്വിംഗ്. നമ്മളൊരു ഊഞ്ഞാലിന്റെ ഓസിലേഷൻ ഡാംഡ് ഓസിലേഷൻ എക്സാമ്പിൾ ആണ്. ഫ്രീ ഓസിലേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാം ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം which is inside an evacuated chamber. അല്ലെ നമുക്ക് വേണമെങ്കിൽ പറയാം ഓസിലേഷൻ ഓഫ് എ സ്പ്രിംഗ് ഇൻ ഔട്ടർ സ്പേസ്. ഔട്ടർ സ്പേസിലുള്ള സ്പ്രിങ്ങിന്റെ മേലെയും എയർ ഉണ്ടാവില്ലല്ലോ, എയർ റെസിസ്റ്റൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ വേണേൽ നമുക്ക് ഫ്രീ ഓസിലേഷനെയും പറയാം. ഞാൻ ചോദിക്കട്ടെ, ക്ലോക്കിലെ പെൻഡുലം ഫ്രീ ഓസിലേഷൻ ആണോ ഡാംഡ് ഓസിലേഷൻ ആണോ? ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ഓസിലേഷൻ ഫ്രീ ഓസിലേഷൻ ആണോ ഡാംഡ് ഓസിലേഷൻ ആണോ? ആരെയാണ് വോയിസ് അൺമ്യൂട്ട് ചെയ്തിട്ട് അവിടെ എന്തൊക്കെയോ കച്ചറകളൊക്കെ നടക്കുന്നത്? Is the oscillation of the pendulum inside a clock free oscillation or damped oscillation? Free oscillation. ഫ്രീ ഓസിലേഷൻ ആണെന്ന് പറയുകയാണെങ്കിൽ പെൻഡുലം ക്ലോക്ക് ഒരു ഇവാക്യുവേറ്റഡ് ചേംബറിലൊക്കെ ആണോ നിൽക്കുന്നത്? ഒരു പെൻഡുലം ക്ലോക്കിലെ പെൻഡുലം നിൽക്കുന്നത് ഒരു ഇവാക്യുവേറ്റഡ് ചേംബറിലാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അല്ല കേട്ടോ, ഇവാക്യുവേറ്റഡ് ചേംബറിലൊന്നല്ല. അപ്പൊ ചോദിക്കുക ഇവാക്യുവേറ്റഡ് ചേംബറിൽ അല്ലെങ്കിൽ അവിടെ എയർ ഫ്രിക്ഷൻ ഉണ്ടാവില്ലേ? എയർ ഫ്രിക്ഷൻ ഉണ്ടാവും. എയർ ഫ്രിക്ഷന്റെ ഡാമ്പിംഗ് ഫോഴ്സ് ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഇസ് ഇറ്റ് എ ഫ്രീ ഓസിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു സേ അത് ഫ്രീ ഓസിലേഷൻ അല്ല. കാരണം എന്താ പറഞ്ഞാല് ഒരു ഡാമ്പിംഗ് ഫോഴ്സ് അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യാൻ ഇറ്റ് ബി റിഗാർഡഡ് ആസ് എ ഡാംഡ് ഓസിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡാംഡ് ഓസിലേഷൻ ആയിട്ട് റിഗാർഡ് ചെയ്യാനും പറ്റില്ല. കാരണം എന്താ, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കുറയുന്നുണ്ടോ? ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ഓസിലേഷൻ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കുറയുന്നു ഇല്ല. ഇറ്റ് കനോട്ട് ബി റിഗാർഡഡ് ആസ് എ ഡാംഡ് ഓസിലേഷൻ ഓൾസോ. കാരണം ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ഇസ് നോട്ട് ഗ്രാജുവലി ഡിക്രീസിങ്. അപ്പൊ ഇത് രണ്ട് ഓസിലേഷനും അല്ല, അത് ഫ്രീ ഓസിലേഷനും അല്ല ഡാംഡ് ഓസിലേഷനും അല്ല. That type of oscillation is called as forced oscillation. What's that type of oscillation called? Forced oscillation. Forced oscillation. What is forced oscillation എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ലോക്കിലെ പെൻഡുലം വർക്ക് ചെയ്യണമെങ്കിൽ അതിൽ ബാറ്ററി വേണം അല്ലേ? പെൻഡുലം ക്ലോക്കിലെ ബാറ്ററി ഊരിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പെൻഡുലം ഇങ്ങനെ അതേമാതിരി തന്നെ ആടിക്കൊണ്ടിരിക്കുമോ? ഇല്ല. ബാറ്ററി എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാനാണ്. ആ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മെഷീൻ സിസ്റ്റം ഉണ്ടാവും. ആ മെഷീൻ സിസ്റ്റം അതിന്റെ മേലെ ഒരു പീരിയോഡിക് ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. നമ്മളുടെ ആ പെൻഡുലത്തിന്റെ മേലെ, ക്ലോക്കിലുള്ള പെൻഡുലത്തിന്റെ മേലെ ആ ഒരു മെഷീൻ സിസ്റ്റം ഒരു പീരിയോഡിക് ഫോഴ്സ് കൊടുക്കുന്നുണ്ടാവും. പീരിയോഡിക് ഫോഴ്സ് ഞാൻ പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആയി തള്ളി പിടിക്കുകയാണോ ചെയ്യുന്നത്? ഒരു ഊഞ്ഞാലിനെ എടുക്കാം. ഒരു ഊഞ്ഞാലിനെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു എന്റെ മോളപ്പം എന്ത് ചെയ്യുന്നത് തൊട്ടിലാട്ടിലാണ് ഇരിച്ചോ. അപ്പൊ തൊട്ടിലാട്ടൊന്നുമില്ല, പണ്ടൊക്കെ തൊട്ടിലാട്ടേനെ. അങ്ങനെയാണെങ്കിൽ തൊട്ടിലാട്ടുകയാണെങ്കിൽ അവിടെ ആ തൊട്ടിലിന്റെ ആ ഒരു ആട്ടം അതേപോലെ തന്നെ തുടരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഒരു തവണ ആട്ടിയിട്ട് അങ്ങോട്ട് പോയാൽ മതിയോ? പോരാ. ഞാൻ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തള്ളി പിടിച്ച ആ തൊട്ടിലാടുമോ? തള്ളി പിടിച്ചിട്ട് തൊട്ടിലാടുമോ? ഇല്ല. I should supply a periodic force. ഒരു റെഗുലർ ഇന്റർവെല്ലിൽ പിന്നെ ഒരു ഫോഴ്സ് കൊടുക്കും.
ഇനി റെഗുലർ ഇന്റർവെൽ ഒരു ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ഇഫ് ഐ എം സപ്ലൈങ് എ പീരിയോഡിക് ഫോഴ്സ് ഇൻ എ പീരിയോഡിക് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇഫ് ഐ എം സപ്ലൈങ് എ പീരിയോഡിക് ഫോഴ്സ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ഡാമ്പിംഗ് എന്ന് പറയുന്ന സാധനം അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഡാംഡ് ഓസിലേഷനിലുള്ള ഡാമ്പിങ്ങിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഇഫ് ഐ എം സപ്ലൈങ് എ കോൺസ്റ്റന്റ് പീരിയോഡിക് ഫോഴ്സ് ഓവർ ടു ഇറ്റ്. Can I? Yes, Will sir. I be able to avoid the damping if I am just applying a constant periodic force over the pendulum? Yes, sir. Yes. അങ്ങനെയാണെങ്കിൽ such an oscillation is called forced oscillation. അപ്പൊ ക്ലോക്കിലെ പെൻഡുലത്തിലെ ഓസിലേഷൻ ഫ്രീ ഓസിലേഷൻ ആണോ, ഡാംഡ് ഓസിലേഷൻ ആണോ, ഫോഴ്സ്ഡ് ഓസിലേഷൻ ആണോ? Forced. ഫോഴ്സ്ഡ് ഓസിലേഷൻ ആണ്. ഫോഴ്സ്ഡ് ഓസിലേഷൻ. അപ്പൊ എഴുതിക്കോ, ഫോഴ്സ്ഡ് ഓസിലേഷൻ എഴുതുക. The damping in a oscillation is avoided by supplying a constant periodic force. The damping in an oscillation is avoided by supplying a constant periodic force. Supplying a constant periodic force. Then the pendulum will amplitude in a, will oscillate in a, then the pendulum will oscillate in a constant amplitude. Then the pendulum will oscillate in a constant amplitude. Such an oscillation is forced oscillation. അപ്പൊ നമുക്ക് ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കില്ലേ? Then next type of oscillation is, അടുത്ത നമ്മളുടെ പറയാനുള്ള ഓസിലേഷൻ ഏതാണെന്നാല് കപ്പിൾഡ് ഓസിലേഷൻ. അടുത്ത നമ്മൾ സംസാരിക്കേണ്ട ഓസിലേഷൻ കപ്പിൾഡ് ഓസിലേഷൻ. കപ്പിൾഡ് ഓസിലേഷനെ പറ്റി പറയാൻ വേണ്ടിയിട്ട്, ഇഫ് ഐ എം ഹാവിങ് എ arrangement of two pendulums and a spring like this. രണ്ട് പെൻഡുലംസ് ഇങ്ങനെ എടുത്തു, എന്നിട്ട് ആ രണ്ട് പെൻഡുലംസിനെ ഒരു സ്പ്രിങ്ങുമായിട്ട് ഇന്റർകണക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഏതെങ്കിലും ഒരു പെൻഡുലത്തിനെ അതിനെ മാത്രം ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റേ ആളുകൾ അറിയും. If I am just oscillating the first pendulum, will the second pendulum and the spring know that? Yes. ഞാൻ ഒരു പെൻഡുലത്തിന് ഓസിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പെൻഡുലത്തിന്റെ ഓസിലേഷൻ will cause an oscillation in the spring and it will cause an oscillation in the second pendulum. Am I correct? Yes, sir. അപ്പം ഇവിടെ coupled oscillation ആണ് നടക്കുന്നത്. Oscillation in one substance is causing another substance to oscillate. That oscillation is called coupled oscillation. ഇനി coupled oscillation ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? Yes, sir. യെസ്, അതൊരു coupled oscillation ആണ്. അതെങ്ങനെയാ സാർ coupled oscillation ആവുക? അത് I am just vibrating my vocal cord. Am I correct? In order to communicate about coupled oscillation, I am just vibrating my vocal cord. And that vibration of my vocal cord is causing a vibration in the air column. Air column vibrate. That vibration in air column is causing a vibration in the microphone of my laptop. And that vibration is causing a vibration in your speaker. നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെയോ സ്പീക്കറിന് ആ ഒരു വൈബ്രേഷൻ കാരണമുണ്ട്. And that vibration is causing a vibration in the air column around you, and that is causing your eardrum to vibrate. As a result of that, you are able to hear what I am saying. Coupled oscillation അല്ലേ? ആണോ? Yes, sir. Yes. Therefore, that's also an example for coupled oscillation. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിനോമിന coupled oscillation നമ്മൾ ഒബ്സർവ് ചെയ്തു.
ദാറ്റ് ഇസ് കോൾഡ് ആസ് റെസണൻസ്. റെസണൻസ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫിനോമിന കപ്പിൾഡ് ഓസിലേഷനിൽ ഒബ്സർവ് ചെയ്തു. ഫിസിക്സുകാർക്കും സയൻസുകാർക്കും സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്ന ഒരു ഫിനോമിന ഇല്ല. ഫിസിക്സിലും സയൻസിലും ഒന്നും സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്ന ഫിനോമിന ഇല്ല, നാച്ചുറൽ ഫിനോമിനാസേ ഉള്ളൂ. നാച്ചുറൽ ഫിനോമിനാസിൽ ചില നാച്ചുറൽ ഫിനോമിനാസിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ചില നാച്ചുറൽ ഫിനോമിനാസിനെ നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടാവും. സൂപ്പർ നാച്ചുറൽ ഫിനോമിനാസ് ഇല്ല. പണ്ട് മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് സോളാർ എക്ലിപ്സ് ഒക്കെ കാണുമ്പം അതൊരു സൂപ്പർ നാച്ചുറൽ ഫിനോമിന ആയിട്ട് തോന്നും, നമുക്കൊരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടൊക്കെ തോന്നായിരുന്നു. പിന്നീട് നമുക്ക് മനസ്സിലായി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സണ്ണും മൂണും തമ്മിലുള്ള പൊസിഷൻ വരുന്നതിനോട് ഉണ്ടാവുന്നതാണ്, അല്ലെ, നാച്ചുറലായി. പണ്ട് ആളുകൾക്ക് ഈ ഭൂതം, പ്രേതം, പിശാച്, മറുത, മാടൻ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. പിന്നീട് സ്ട്രീറ്റ് ലൈറ്റും ഇലക്ട്രിസിറ്റിയും വന്നപ്പം നമുക്ക് മനസ്സിലായി അതൊക്കെ ആളുകൾ തന്നെ, പ്രേതമല്ല, അത് കള്ളന്മാരും അതേമാതിരി തന്നെ വേറെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിന് പോകുന്ന ആൾക്കാരായിരുന്നു. അതേപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകൾ ഇപ്പം പറയുന്നുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിലൊക്കെ ചില വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. എന്ത് പറഞ്ഞാല് ചില ആളുകള് അവര് ഒരു സം സോർട്ട് ഓഫ് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യോ അല്ലെ സം സോർട്ട് ഓഫ് സൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ഗ്ലാസിനൊക്കെ മൂവ് ചെയ്യാൻ പറ്റും, അല്ലെ ചിലപ്പോൾ ഗ്ലാസിനൊക്കെ ബ്രേക്ക് ചെയ്യാനൊക്കെ പറ്റും. അവർ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഫിനോമിനയാണ്. നോ, ഇറ്റ്സ് എ നാച്ചുറൽ ഫിനോമിന. അതൊരു നാച്ചുറൽ ഫിനോമിനയാണ്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. എന്ത് പറഞ്ഞാല് മഴയൊക്കെ പെയ്തിട്ട് മിന്നലൊക്കെ അടിക്കുന്ന സമയത്ത് ചില ടൈമില് നിങ്ങളുടെ ഗ്ലാസ്, ജനവാതിലിന്റെ ഒക്കെ ഗ്ലാസ് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. വേറെ സാധനങ്ങളൊന്നും ഷെയ്ക്ക് ചെയ്യില്ല, ഗ്ലാസ് ഇങ്ങനെ നടക്കണം. Is it a natural phenomena or a supernatural phenomena? പണ്ട് നമുക്ക് അതിന്റെ ഡെഫിനിഷൻ അറിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അതിനെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് രണ്ട് രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യും. ഒരു രീതി എന്താ പറഞ്ഞാൽ യു കുഡ് മേക്ക് എ ഫാൻസി സ്റ്റോറി ഓഫ് ദാറ്റ്. നമ്മൾ മനുഷ്യന്മാർ അതാണ് നമ്മൾ ചെയ്യാം. മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യുന്ന അധ്വാനിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് നമ്മൾ നല്ല ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു ഫാൻസി സ്റ്റോറി ഉണ്ടാക്കും. എന്ത്, രാത്രി മിന്നല്, അപ്പം ഇടി മിന്നലൊക്കെ ഉള്ള സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് ഒരു ഫിയർ ഉള്ള സമയത്ത് ആയതുകൊണ്ട് നമ്മൾ ഫിയറിലുള്ള ഒരു ഫാക്ടറായിട്ട് കണക്ട് ചെയ്യും, പ്രേതമായിട്ട് കണക്ട് ചെയ്യും, പ്രേതം മണ്ണൂട്ട്. ചില മനുഷ്യന്മാർ എന്ത് ചെയ്യുന്ന അതിൻ്റെ ഉള്ള റിയൽ റീസണെ തപ്പിപ്പോകും. റിയൽ റീസണെ തപ്പിപ്പോയപ്പം വി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇസ് റെസണൻസ്. റെസണൻസ് എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ whenever a substance whose natural frequency is becoming equal to the frequency of an external signal. നിങ്ങളിപ്പോ ഒരു ഗ്ലാസ് പീസിന്റെ മേലെ തട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ, എന്ത് സബ്സ്റ്റൻസിന്റെ മേലെ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും അവിടേക്ക് എന്ത് ചെയ്യുന്ന പല പല സൗണ്ടാണ് ഉണ്ടാവുക. കാരണം ഓരോ സബ്സ്റ്റൻസിന് എന്ത് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. അതൊരു റിജിഡ് സബ്സ്റ്റൻസ് ആണെങ്കിൽ അതിന് ഡെഫിനറ്റ് ആയിട്ട് ആ നാച്ചുറൽ ഫ്രീക്വൻസി എല്ലാ ടൈമിലും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി മാറും. നിങ്ങളിപ്പം വാട്ടറിലൊക്കെ ജൽ തരംഗം എന്നൊക്കെ പറഞ്ഞില്ലേ, ഗ്ലാസിന്റെ മേലെ ഇങ്ങനെ വെള്ളം പല പല എമൗണ്ടിൽ നിറച്ചിട്ടുണ്ടെങ്കിൽ അടിക്കുമ്പോൾ ഓരോ സൗണ്ട് അല്ലേ വരിക. അപ്പം എവറി സബ്സ്റ്റൻസ് ഇസ് ഹാവിംഗ് എ നാച്ചുറൽ ഫ്രീക്വൻസി. ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിജിഡിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ദ നാച്ചുറൽ ഫ്രീക്വൻസി വിൽ ബി എ കോൺസ്റ്റന്റ് ഫോർ എ പെർട്ടിക്കുലർ ടൈം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന സൗണ്ടിനും നമ്മളുടെ ചുറ്റും അടിക്കുന്ന വിൻഡിനും അതേമാതിരി തന്നെ ഇവിടെയുള്ള ക്രിയേറ്റ് ചെയ്യുന്ന പല പല വേവ്സിനും ഒരു നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവും. Whenever the natural frequency of an external wave or external signal is becoming equal to the frequency of that substance, അപ്പൊ എന്ത് ചെയ്യുന്നാല് ആ എക്സ്റ്റേണൽ വേവിന്റെ ഫ്രീക്വൻസി ആ സബ്സ്റ്റൻസിലേക്ക് കപ്പിൾ ചെയ്തിട്ട് ആ സബ്സ്റ്റൻസ് വൈബ്രേറ്റ് ചെയ്യും. That phenomena is called as resonance. ജനവാതിലിന്റെ ചില്ല് പ്രേതം വന്ന് മുട്ടിയിട്ട് പ്രേതം അങ്ങനെ ഇളക്കുന്നതാണോ? ആണോ? നിങ്ങൾ ചിലപ്പം എന്ത് ചെയ്യുന്ന നിങ്ങളെ വാതിലിന്റെ നിങ്ങൾ ഡോർ അടയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ മേശയുടെ മേലുള്ള എന്തേ ഒരു സാധനം മാത്രം ഇങ്ങനെ ഇളകൊക്കെ ചില സിറ്റുവേഷൻ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയും, അയ്യോ അവിടെ എന്തോ ഒരു സാധനം ഉണ്ട്, എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സാധനം ഉണ്ട്, അങ്ങനെ 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 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി. ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന സാധനമാണ്. എന്താണ് വാട്ട്സ് ഹാപ്പനിങ് ഓവർ ദ റെസണൻസ് അല്ലേ? ആണോ? സയൻസിന്റെ പണി ആക്ച്വൽ ആയിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സയൻസിന്റെ പണി നമ്മൾ പല പല ആംഗിളിൽ ഇങ്ങനെ പറയും, ഹ്യൂമാനിറ്റീനെ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യിക്കാൻ മറ്റേതാക്കുക. സയൻസ് ആക്ച്വൽ ആയിട്ട് ചെയ്യുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സയൻസ് ആക്ച്വൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ നോളേജ് എക്വയർ ചെയ്യണം.
ഒരു ചെറിയ കുട്ടീനേക്കാൾ ക്യൂരിയോസിറ്റി കൂടുതലാണ് സയൻസിന്. സയൻസിന് ഇങ്ങനെ അറിയാത്ത സാധനങ്ങൾ അറിയണം. അറിയാത്ത സാധനങ്ങൾ വെറുതെ ഒരു ഫാൻസി സ്റ്റോറി കേട്ടാൽ സയൻസിന് സാറ്റിസ്ഫൈഡ് ആവുമോ? ഇല്ല. സയൻസ് വാണ്ട് ടു dig deep into it and he want to know the real reason for what's happening over there. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ വളരെ വലിയ പൈസക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പുറത്തേക്കൊക്കെ പോകാൻ നോക്കുന്നുണ്ട്. അതായത് എന്ത് ചെയ്യുന്ന മൂണിലേക്കും മാർസിലേക്കും ഒക്കെ ഇങ്ങനെ മിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ, ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ വലിയ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ട് ആറ്റത്തിന്റെ ഉള്ളിൽ എന്താണ്, ഇലക്ട്രോണിന്റെ ഉള്ളിൽ എന്താണ്, പ്രോട്ടോണിന്റെ ഉള്ളിൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്നു. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനുള്ള താല്പര്യമുണ്ട്. അറിയാനുള്ള താല്പര്യം അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിനുള്ള ഒരു ഇൻട്രസ്റ്റും കിട്ടും, പിന്നെയും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ തോന്നും. അപ്പൊ എന്തായാലും റെസണൻസ് ഉണ്ട്. റെസണൻസ് ഇസ് ദിസ്. ഇനി അതിനുള്ള ഒരു എക്സലന്റ് എക്സാമ്പിൾ ആയിരുന്നു എന്ത് പറഞ്ഞാൽ ലണ്ടൻ ബ്രിഡ്ജ് ഇസ് ഫാളിംഗ് ഡൗൺ. നിങ്ങളൊരു റൈമൊക്കെ കേട്ടിട്ടുണ്ടാവും, ലണ്ടൻ ബ്രിഡ്ജ് ഇസ് ഫാളിംഗ് ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് നഴ്സറിയിൽ. ആക്ച്വലി ആയിട്ട് ലണ്ടനിൽ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ വീണിട്ടുണ്ട്. ആ ബ്രിഡ്ജ് ലീനിങ് ടവർ ഓഫ് പിസ ഗോപുരമായിട്ട് തന്നെ പെട്ടെന്ന് ഫേമസ് ആയി എന്നുണ്ടെങ്കിൽ ആ ബ്രിഡ്ജ് എന്ത് ചെയ്യുന്ന ഒരു വേൾഡ് വണ്ടറിലേക്ക്, ടൂറിസ്റ്റ് അട്രാക്ഷനിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് എന്താണ് മാൻമെയ്ഡ് സ്ട്രക്ചേഴ്സ് എന്നുള്ള രീതിയിലൊക്കെ ഫേമസ് ആയി. ലീനിങ് ടവർ ഓഫ് പിസ ഫേമസ് ആയത് അത് ചരിച്ചുണ്ടാക്കിയതുകൊണ്ടാണോ, ഉണ്ടാക്കിയതിനു ശേഷം ചരിഞ്ഞു പോയതുകൊണ്ടാണോ? Was it already built in that manner that we are seeing now? No. അത് ആക്സിഡന്റലി ചരിഞ്ഞതാണ്, പിന്നെ അത് ഫേമസ് ആയി. അതേമാതിരി തന്നെ ഒരു ട്രാൻസ്പോർട്ടേഷൻ പേർപ്പസിന് ലണ്ടനിൽ ഒരു കനാലിന്റെ മേലെ കൂടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയപ്പം ആ ബ്രിഡ്ജ് വേൾഡ് ഫേമസ് ആയത് എങ്ങനെയാ പറഞ്ഞാല് ആ ബ്രിഡ്ജ് തന്നാലെ ഇങ്ങനെ സ്മോൾ സ്കെയിലിൽ ഓസിലേറ്റ് ചെയ്യും. പക്ഷെ അതിന്റെ മേലെ കൂടെ വണ്ടി ഓടിച്ചു പോവാം. അപ്പൊ ഓസിലേറ്റിംഗ് ബ്രിഡ്ജിന് മേലെ കൂടെ വണ്ടി ഓടിച്ചു പോകാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഭയങ്കര അട്രാക്ഷൻ ആയി. കുറച്ചു കാലത്തിനുള്ളിൽ അതങ്ങോട്ട് തീർന്നു. ഭയങ്കര ഫേമസ് ബ്രിഡ്ജായി. ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യുന്ന ആ ബ്രിഡ്ജിന് ആ ഓസിലേഷന്റെ അളവ് ലേശം കൂടി അത് അങ്ങോട്ട് കൊളാപ്സ് ചെയ്തു. യു കുഡ് സീ ദ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ഓഫ് ദാറ്റ് ഇഫ് യു സെർച്ചിങ് ഇറ്റ് ഇൻ യൂട്യൂബ്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ അന്വേഷിച്ചു എന്തുകൊണ്ടാണ്. അവർ ശരിക്കും ട്രാൻസ്പോർട്ടേഷൻ പേർപ്പസിന് ഉണ്ടാക്കിയായിരുന്നു. ഓസിലേറ്റ് ചെയ്യുന്ന കണ്ടപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഞങ്ങൾ ഓസിലേറ്റ് ചെയ്യുന്ന ബ്രിഡ്ജ് ഒന്നല്ല ഉണ്ടാക്കിയത്, ഉണ്ടാകുമ്പോൾ ഓസിലേറ്റ് ചെയ്യുകയാണെന്ന് നന്നോട്ടെ എന്ന് വിചാരിച്ചു. പിന്നീട് അതിന്റെ കാര്യം അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് റെസണൻസ്. അത് നമ്മളുടെ ഈ പാലാരിവട്ടം പാലം പണിതുമായിട്ട് തന്നെ എന്തെങ്കിലും കറപ്ഷൻ കൊണ്ടാണോ അങ്ങനെ ഓസിലേറ്റ് എന്ന് വെച്ചിട്ടല്ല. അവരെ കൺസ്ട്രക്ഷൻ ഒക്കെ പ്രോപ്പർ ആയിരുന്നു, പക്ഷെ എന്നാലും ഓസിലേറ്റ് ചെയ്ത് എന്തുകൊണ്ടായിരുന്നത് വിൻഡിനും നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ട്. അപ്പൊ അവിടെ ബ്ലോ ചെയ്യുന്ന വിൻഡിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിട്ടായിരുന്നു ആ ബ്രിഡ്ജിന്റെ ഫ്രീക്വൻസി ആയത്. ഏകദേശം ഈക്വൽ ആവുമ്പം ഈ കപ്ലിംഗ് നടന്നിട്ട് റെസണൻസ് വഴിയാണ് അത് ചെറിയ രീതിയിൽ ഓസിലേറ്റ് ചെയ്യുന്നത്. ഏകദേശം ഈക്വൽ ആവുന്ന സമയത്ത് ചെറിയ രീതിയിൽ ഓസിലേറ്റ്. ഒരു തവണ അവിടെ അടിച്ച കാറ്റ് ആക്സിഡന്റലി എക്സാക്ട്ലി ഈക്വൽ ആയ സമയത്ത് ആ ഓസിലേഷൻ ആംപ്ലിറ്റ്യൂഡ് കൂടിയിട്ട് അത് കുറയ്ക്കും. അപ്പം റെസണൻസ് അല്ലെ. അപ്പൊ നമ്മൾ ഫിനോമിനാസിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന ഇതേമാരത്തെ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ പഠിക്കും. അപ്പൊ ചോദിക്കുകയാണ്, അല്ല സാറേ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തൂടെ, ഇതേപോലെ തന്നെ നമുക്ക് ഈ ഫ്ലൈയിങ് സോഴ്സേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സയൻസിന് റിസർച്ച് ചെയ്തൂടെ? സയൻസ് ഈ ബ്രിഡ്ജ് കൊളാപ്സ് ചെയ്തതിന്റെ കാര്യം റിസർച്ച് ചെയ്യും, വിൻഡോ ഷേക്ക് ചെയ്യുന്നതിന്റെ കാര്യം റിസർച്ച് ചെയ്യും. പക്ഷെ ഈ ഫ്ലൈയിങ് സോഴ്സേഴ്സിന്റെ കാര്യങ്ങളൊക്കെ, അതായത് നമ്മളിപ്പോ എന്ത് ചെയ്യുന്ന ആകാശത്ത് നിന്ന് വേറെ അന്യഗ്രഹ ജീവികൾ വരുന്ന സാധനങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കഥകളും അങ്ങനത്തെ കുറെ ഇൻസിഡൻസ് ഒക്കെ കേട്ടില്ലേ? അതെന്താ സയൻസ് റിസർച്ച് ചെയ്യാത്ത? അത് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് എന്ന് പറയുന്ന അന്യഗ്രഹ ജീവികൾ വന്ന് ഇറങ്ങുന്ന രീതിയിലുള്ള സോഴ്സസ് ആവാം. വേറൊരു പോസിബിലിറ്റി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ ഏതെങ്കിലും കോമൺ മാൻ അറിയാത്ത രീതിയിലുള്ള എന്തെങ്കിലും മിഷന്റെ കാര്യങ്ങളും മറ്റേ കാര്യങ്ങളൊക്കെ വെച്ചിട്ടോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള എന്തെങ്കിലും കാരണത്തിനുണ്ടാവാം. കോമൺ മാന്റെ അടുത്തേക്ക് ഡിസ്ക്ലോസ് ചെയ്യേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങള് നടക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള ഫ്ലൈയിങ് സോഴ്സേഴ്സ് ആണോ അത് വിമാനമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആവും. അപ്പം അതിനുള്ള ഏതാ പ്രോബബിലിറ്റി കൂടുതൽ? സയൻസ് തിങ്ക് ചെയ്യുമ്പം ഏതാ പ്രോബബിലിറ്റി കൂടുതൽ? കോമൺ മാൻ അറിയാണ്ടുള്ള, പക്ഷെ എന്താണ് നമ്മളുടെ ഗവൺമെന്റിന്റെ എന്തെങ്കിലും കാര്യങ്ങളുടെ റിസർച്ച് മറ്റേ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആക്സിഡന്റലായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ ആവാം. അതുകൊണ്ട് ഫ്ലൈയിങ് സോഴ്സസിന്റെ കാര്യങ്ങളൊന്നും വലിയ റിസർച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് അവർ റിസർച്ച് ചെയ്ത് ഇങ്ങനെ കണ്ടുപിടിക്കും. ഓക്കെ, ഇതിപ്പോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് റെസണൻസ്? നമുക്ക് അതിന്റെ കൂടുതലുള്ള കാര്യങ്ങൾ വി ക്യാൻ സ്പീക്ക് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഷാൽ വി സ്റ്റോപ്പ് ദിസ് ക്ലാസ്?
Yes, sir. Okay. Then bye. Thank you, Thank you, sir. sir. Thank you, sir. Thank you, sir. Bye, sir.